കുറച്ച് ദിവസത്തിന് ശേഷം വീട്ടിലെല്ലാ റിലേറ്റീവ്സും ഒത്തുകൂടിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. എല്ലാവരും ഉച്ചയ്ക്കെത്തി, പക്ഷെ അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇത് നേരാക്കിക്കൊണ്ടിരിക്കുന്ന ചക്ക കണ്ടില്ലേ? അത് തന്നെ ഇന്നത്തെ വിഷയം. ഇന്ന് വൈകിട്ട് ഞങ്ങളൊരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചക്ക തിന്നണം എന്നുള്ള മോഹത്തോടെ അമ്മായി എടുത്തിട്ട് വന്നതാണ്. പക്ഷെ അത് വെട്ടി നോക്കിയപ്പോഴോ ചുളയൊന്നും വലിയ രസം ഉണ്ടായിരുന്നില്ല. എല്ലാം മുളച്ചതും കയ്പും അതുപോലെ വലിയ ടേസ്റ്റ് ഇല്ലാത്ത ചക്കയായിരുന്നു. അപ്പം എന്ത് ചെയ്യാനാ, പിന്നെ ചക്കൻ്റെ മടല വെട്ടി ഒരു ഉപ്പേരി ആക്കിയാലോ എന്നൊരു ആലോചന. എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ നേരാക്കാനും ആളുണ്ട്. അങ്ങനെ ചക്കയൊക്കെ വെട്ടി അതിന് മടലൊക്കെ വൃത്തിയാക്കി എടുത്തു. വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വീട്ടിലത്തെ വിശേഷങ്ങളും നടക്കുന്നുണ്ട് കേട്ടോ. കാര്യമായ ചർച്ചയിലാണ് എല്ലാവരും. പിന്നെ ഉപ്പേരിക്കുള്ള ഉള്ളിയായി, മുളകായി, കറിവേപ്പിലയായി, വെളുത്തുള്ളിയും മുളകും ഇടിച്ചതായി. അതൊക്കെ കഴിഞ്ഞ് നമുക്കിനി ഉപ്പേരിയിലേക്ക് പോയാലോ? അടുപ്പിൽ വെച്ചാൽ മതി എന്ന് ഒരാളുടെ വക. ഗ്യാസിൽ വേണ്ട, അടുപ്പിലാണെന്ന് ടേസ്റ്റ് എന്ന്. അപ്പോൾ പിന്നെന്താ, അടുപ്പിൽ തീ പിടിപ്പിച്ചു. ചീഞ്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കടുകിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഉള്ളി മുളകും അരിഞ്ഞത്, അതൊക്കെ ഇട്ടെന്ന് നന്നായി വഴറ്റാം നമുക്ക്. പിന്നെ വെളുത്തുള്ളിയും കപ്പലമുളകും മഞ്ഞൾപ്പൊടി അതും കൂടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പ്രധാന ഐറ്റം ചക്കയുടെ മടല് അതും കൂടി ഇട്ട് കുറച്ച് ഉപ്പും പാകത്തിനും ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കിയാൽ മതി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ദേ കറിവേപ്പിലയും അതിലിട്ടു. ഇനി എല്ലാവരും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും കൂടി കഴിക്കണതിൻ്റെ ഒരു രസം വേറെ തന്നെയല്ലേ. അങ്ങനെ 2 വാഴയില വെട്ടി അതിൽ ചോറിട്ട് ഉച്ചയ്ക്കത്തെ അച്ചാറും ഉപ്പേരിയും സാമ്പാറും ദാ ഈ വരുന്നു നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. എല്ലാവരും അതിനു വേണ്ടി കട്ട വെയിറ്റിങ്ങിലാണ്. പിന്നെ കുറച്ച് മത്തൻ കറി ഉണ്ടായിരുന്നു, അതും ഒഴിച്ച് സാമ്പാറും ഒഴിച്ചു. ഉപ്പേരി വെക്കുന്ന സമയത്ത് മേമ ഉണ്ടാകുന്നില്ല. അപ്പം അത് ആദ്യം മേമയോട് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. മേമ ഒറ്റ വായിൽ വെച്ചപ്പോൾ തന്നെ കണ്ടുപിടിച്ചു. പിന്നെന്താ, എല്ലാവരും കൂടി അറ്റാക്ക് അങ്ങോട്ട് തുടങ്ങി. കുറച്ച് പേരവിടെ മാറിയിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ മാത്രം ടേബിളിൽ ഇരുന്നേ ഉള്ളൂ. കുട്ടികളെല്ലാവരും കൂടി അത് കഴിച്ചപ്പോൾ എല്ലാവരും കൂടി കഴിക്കുന്ന ഒരു സന്തോഷം, അതും ഒരേ ഇലയിൽ നിന്ന്, അത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയും വർത്തമാനങ്ങളുണ്ട് കേട്ടോ, തമാശയും ചില പൊട്ടിച്ചിരികളും എല്ലാം കൂടി. അതാ ഭക്ഷണം കാലിയായ വഴി അറിഞ്ഞില്ല. ഇനി ഇത് കഴിഞ്ഞ് ബാക്കി വിശേഷം ദാ ഈ ഫോണുകളിൽ തന്നെ.